ട്രാവലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തിരുവനന്തപുരത്ത് ഒരു കല്യാണമുണ്ട്. ആ കല്യാണം കൂടി അവിടെ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണം. അങ്ങനെ പുലർച്ചെ ഒരു 2:30 മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്തോട്ടുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് MC റോഡ് വഴി പോകാനാണ് പ്ലാൻ. നമ്മൾ പാല വഴിയാണ് പോകുന്നത്. ആ വഴി കുറച്ചും കൂടി ടൈം കുറവാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴി പോന്നു. നല്ല സ്ഥലങ്ങളുമാണ്. നമുക്ക് പോകാത്തൊരു വഴി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതുവഴിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കൊട്ടാരക്കര എത്താറായി. അങ്ങനെ ഒരു 2 മണിയോട് കൂടി തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരത്ത് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ശാസ്തമംഗലത്തുള്ള ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ മ്യൂസിയം വൈകിട്ടൊന്ന് പോയി കാണാൻ തീരുമാനിച്ചു. നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിനെ പോലെ തന്നെയുള്ള ഒരു ടൈപ്പ് മ്യൂസിയമാണ് ഇവിടെ. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അന്ന് വൈകിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി. തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 8 മണിയോട് കൂടി നമ്മൾ ഇറങ്ങി കന്യാകുമാരിയിലോട്ടുള്ള യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് ആഴിമല ശിവക്ഷേത്രത്തിലൊന്ന് കയറാം എന്ന് വിചാരിച്ചു. അവിടെ പണി നടക്കുന്ന സമയത്ത് പണ്ട് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ശിവൻ്റെ പ്രതിമയുടെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് പോയി ആ ഒരു നിർമ്മിതി ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ അവിടേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ദൂരെ നമുക്ക് കടൽ കാണാൻ പറ്റും. അത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റും എന്നറിയില്ല.
ശിവൻ്റെ പ്രതിമയുടെ ഒരു ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അമ്പലത്തിനോട് അടുത്തേക്ക് പോയി അതിനകത്ത് ചെന്ന് ആ പ്രതിമ കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളത് നമ്മുടെ പ്ലാൻ. ഉത്സവം നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ആ തിരക്കില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രതിമയാണ്. അതായത് ശിവൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട്, ഇപ്പോൾ തലയിലിരിക്കുന്ന നമ്മുടെ ഗംഗാദേവിയാണെങ്കിലും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നിർമ്മിതിയിൽ അവർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ കടലിനോട് ചേർന്ന് ഈ ഒരു പ്രതിമ നിൽക്കുന്നത് കാണാൻ ഭയങ്കര മനോഹരമാണ്. അങ്ങനെ നമ്മൾ കളിയിക്കാവിള കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറുവാണ്. ഇന്ന് കന്യാകുമാരി സ്റ്റേ ചെയ്ത് തൊട്ടടുത്ത ദിവസം തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ. പോകുന്ന വഴിക്ക് ഇവിടെ തമിഴ്നാട് കയറി കഴിഞ്ഞ് ഒരു അക്വഡക്റ്റ് ഉണ്ട്. അതായത് കുറേ നല്ല ഹൈറ്റുള്ള ഒരു കനാല്, ഇങ്ങനെ മുകളിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാല് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ മാപ്പിലിട്ടിട്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇത്ര ഒരു തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ കാണുന്നതിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് നടന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കനാലിലെ വെള്ളമാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴയാണ് മുന്നിൽ. അപ്പോൾ അവിടെ താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം കനാല് വഴി മുകളിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നടക്കാനും താഴെ ഇറങ്ങിപ്പോയി നമുക്ക് ഈ കനാലിൽ മുകളിലൂടെ പോകുന്ന കനാലിൻ്റെ ദൃശ്യം കാണുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ കനാലിൻ്റെ മുകളിലൂടെ അധികം നടന്നില്ല. കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. നല്ല നീളമുണ്ട് ഈ കനാലിൻ്റെ. നമുക്ക് വേണമെങ്കിൽ അങ്ങേയറ്റം വരെ നടക്കാം. അപ്പോൾ ഇത് കാണാൻ പറ്റും. ഈ കനാലിലൂടെ വരുന്ന വെള്ളം ഈ നല്ല ഹൈറ്റിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ കനാലിന്. വീഡിയോയിൽ എന്തുമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് താഴത്തൊക്കെ നോക്കി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോകുന്നു. താഴെ എന്തോ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ഒരുപാട് മുന്നോട്ട് നടന്നു പോയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമ്മളധികം മുന്നോട്ട് പോയില്ല. പിന്നെ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഇതുപോലെ പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് താഴത്ത് ഇറങ്ങി നിന്നും നമുക്കവിടെ ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അടുത്ത് നമ്മുടെ കന്യാകുമാരിയാണ് ലക്ഷ്യം. അങ്ങനെ ഒരു 1:30 മണിയോട് കൂടി നമ്മൾ കന്യാകുമാരിയിലെത്തി. അവിടെ ചെന്ന് റൂമൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ വിവേകാനന്ദ പാർക്കിലോട്ടുള്ള ബോട്ടിങ്ങിന് വേണ്ടിയുള്ള സ്ഥലത്തെത്തി. അവിടെ ഭയങ്കരമായ ക്യൂ കണ്ടു. അപ്പോൾ 2 ടിക്കറ്റാണുള്ളത്, 75 രൂപയുടെയും 300 രൂപയുടെയും. അപ്പോൾ 300 രൂപയുടെ ടിക്കറ്റിൽ തിരക്ക് കുറവായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ 300 രൂപയുടെ ടിക്കറ്റും ഭയങ്കര ക്യൂ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 300 രൂപയുടെ ടിക്കറ്റിൽ ക്യൂവിൽ നിന്നു. അതായിരുന്നു കുറച്ചെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു കിട്ടാൻ. പക്ഷേ നമ്മൾ അവിടെ ഗേറ്റിനടുത്ത് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി അന്നേ ദിവസം നമുക്ക് വിവേകാനന്ദ പാർക്കിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം അത് അവിടെ പോകാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അന്ന് വൈകിട്ട് മൊത്തം കന്യാകുമാരിയിലൊക്കെ ചുറ്റി നടന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ കന്യാകുമാരിയിലോട്ടാണ് ടൂർ വന്നത്. അന്നാണ് ഈ ഒരു വിവേകാനന്ദ പാർക്കിൽ പോയിട്ടുള്ളത്. അതിനുശേഷം 2-3 പ്രാവശ്യം കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വിവേകാനന്ദ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അസ്തമനം കാണാൻ വേണ്ടി എല്ലാവരും സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ.
വൈകിട്ടാകുമ്പോൾ എല്ലാവരും ഈ സൂര്യാസ്തമനം കഴിഞ്ഞിട്ട് എല്ലാവരും മിക്കവാറും കന്യാകുമാരി എല്ലാവരും തിരിച്ചു പോകും. അപ്പോൾ എല്ലാവരും അത് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ ഇരിപ്പിടമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഒരു ഹാളുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കുറേ ഫോട്ടോസും ആളുടെ ജീവചരിത്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ അതിനകത്തൊന്ന് കയറി, നമുക്ക് എന്തായാലും സമയം ഒരുപാടുള്ളതുകൊണ്ട് അതിനകത്ത് കയറി അതിന് മുകളിൽ വരെ നമുക്ക് കയറാൻ പറ്റും. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു വിവേകാനന്ദ പാറ ദൂരെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. കന്യാകുമാരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ അതിന് മുകളിലൊക്കെ ചുമ്മാ ഒന്ന് കയറി. ഇവിടെ ടിക്കറ്റൊന്നുമില്ല, നമുക്ക് ചെരുപ്പ് പുറത്ത് വെക്കണം എന്നുണ്ട്, അതിനൊരു ഫീസ് കൊടുക്കണം. അല്ലാണ്ട് ഇതിനകത്തോട്ട് കയറാൻ ടിക്കറ്റൊന്നുമില്ല. നമുക്ക് കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 5 മണി വരെയൊക്കെ അവിടെ ഇരിക്കാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ 5:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് അവർ എല്ലാവരെയും ഒഴിപ്പിക്കും. അതുവരെ നമുക്ക് അവിടെ ഇരിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഒരു കുട്ടികളെക്കുറിച്ച് കളിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ പട്ടേലിൻ്റെയും ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഏകദേശം സമയം ഒരു 5-5:30 മണിയോട് അടുത്തായി. അപ്പോൾ ഇവിടെ നിന്നും അവരെ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. ഒരു 5:30 മണി വരെ ഇതിനകത്തോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമുക്ക് സൂര്യാസ്തമനം കാണാനുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ സൂര്യനെ അസ്തമിക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ നല്ല മേഘങ്ങളുള്ളതുകൊണ്ട് അസ്തമനം കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. വളരെ ചെറിയൊരു മേഘത്തിൻ്റെ ഇടയിലൂടെ സൂര്യനിങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം അങ്ങനെ സൂര്യാസ്തമനം കഴിഞ്ഞ് നമ്മളന്ന് റൂമിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ അടുത്ത ദിവസത്തെ വിവേകാനന്ദ പാർക്കിലോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.